ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിനെ കേട്ടോ. കുട്ടികൾക്ക് വരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൊറ്റ സവോള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവോള ഞാൻ ആവിയിലൊന്ന് വേവിച്ച് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പച്ച സവോള കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സവോള ഒന്ന് വേവിച്ചുകൊണ്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റും അതേപോലെ ഒന്ന് ആവി കൊള്ളിച്ചിരിക്കണം. പക്ഷേ ക്യാരറ്റ് പച്ചക്ക് ചേർക്കേക്കാരം ഒന്നുകൂടി നല്ലത്. അപ്പോൾ പച്ചക്ക് ചേർക്കാനാണ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചേർക്കേക്കാരം നല്ലത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ 2 കോഴിമുട്ട പുഴുങ്ങിയാണ്ട് അതിൻ്റെ വെള്ളം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉണ്ണി ഇതിലേക്കില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് തക്കാളി ഇതിലേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പില്ലെങ്കിൽ പിന്നെ ഒന്നും രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്ര ഉപ്പ് മതി. പിന്നെ നമുക്ക് എരിവിന് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ സോസ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മയോനീസ് വേണം. അപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ മയോനീസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള മയോനീസ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കണോണ്ടാണ് അത്ര കട്ടി. ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ സോസും മയോനീസും അതേപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ഒരുമിച്ചാണ് രീതിയിൽ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്തുക്കണേ. ആ പാത്രത്തിലേക്ക് ഒരു 3 കോഴിമുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട് അതിനനുസരിച്ച് കോഴിമുട്ടനെയും കൂട്ടിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വളരെ കുറച്ച് ഉപ്പാണ്. ഒരു നുള്ളു ഉപ്പ് എന്നൊക്കെ പറയണം. ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു ഉപ്പ് രസം കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക്, വളരെ കുറച്ച് കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ബീറ്ററോ വെച്ചിട്ട് നല്ലോണം പത വരുന്ന രീതിയിൽ, ഒരു വെള്ള പത വരുന്ന രീതിയിൽ നല്ലോണം അടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലായാലും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യും ബട്ടറൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും നമ്മൾ പലഹാരം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ തീയൊന്ന് കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കോഴിമുട്ടൻ്റെ കൂട്ടിൽ ഓരോരോ ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. വലിയ തീയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബ്രെഡൊന്ന് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 2 കഷ്ണം ബ്രെഡ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തക്കണേ. ഈ ചെറിയ തീയിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു ഭാഗം അയക്കണേ, ഈ മറുഭാഗം ഇതേപോലെ ഒന്ന് കളറാവണ രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും. അപ്പോൾ 2 പുറം ഇതുപോലെ ഒന്ന് ആയി കിട്ടിക്കണേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് വാങ്ങുക. അങ്ങനെ നമ്മൾ എത്ര ബ്രെഡാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ ആ ബ്രെഡ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എന്നിട്ട് ചൂട് കൊടുക്കുക തന്നെ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നമുക്ക് എത്രയാണോ ഇഷ്ടം ഫില്ലിങ് നിറക്കാൻ അത്രയും നമ്മൾ ഫില്ലിങ് ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3-3.5 സ്പൂൺ ഫില്ലിങ് ഇതേപോലെ ഒന്ന് നിറച്ച് കൊടുത്തേ. ഇനി നമുക്ക് മറ്റൊരു ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിലേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് വെച്ച് കൊടുത്താൽ നമ്മൾ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിക്കണം. വളരെ സിമ്പിളിൽ ഉണ്ടാക്കാൻ, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി, അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഇതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ.